നല്ല സ്ട്രോങ് ചായ കേട്ടോ. നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് ഇതാ കഷ്ടം. ഇന്ന് വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, ചെലപ്പുറം എന്ന് പറയും. ഇതൊരു 1-2 കിലോമീറ്റർ പോയി എൻ്റെ വീട്ടിലേക്ക് എത്തി. നല്ല നാട്ടുമ്പുറത്തിൻ്റെ ഭംഗിക്കുള്ള റോഡിലൊരു പുഴയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു നാടൻ സ്പോട്ടുണ്ട്, നമ്മളെ ചെലപ്പുറം ബസാറിൻ്റെ. അവിടുന്ന് കക്കോടിക്ക് പോകുന്ന റോഡിനോട് കയറിയാൽ ഒരു ചെറിയ ഹോട്ടൽ കാണാം, കല്യാണി എന്നും പറഞ്ഞിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കീഴിൽ പോകുമ്പോഴൊക്കെ കയറി കഴിക്കുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ ഇന്ന് അജേഷ് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ സാധനം കിട്ടുമെന്ന്, അപ്പോൾ അത് കഴിക്കാൻ ഇറങ്ങിയാണ്. ഒരു ചില്ലി നമുക്ക് ഒരു മറ്റേ ഫ്രൈ. അപ്പോൾ ഇതവിടുത്തെ ബീഫ് ഫ്രൈ, നമ്മൾ കോഴിക്കോട് എല്ലാത്തിനും ബീഫ് ഫ്രൈ എന്നാണ് പറയുക. പിന്നെ ഇത് ചില്ലി, ബീഫ് ചില്ലി കേട്ടോ. അപ്പോൾ സംഭവം ബീഫ് റോസ്റ്റ്, അതൊന്ന് കഴിച്ചു നോക്കാം. പക്ഷേ ശരിക്കും വന്നത് ബീഫ് ചില്ലി കഴിക്കാൻ ഈ സാധനം ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ. ബീഫൊക്കെ മുന്നോട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇവിടുന്ന് കഴിച്ചില്ല. അത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒന്ന് കഴിച്ചു നോക്കാം. ചെറിയ ചെറിയ പീസാണ് കാണുമ്പോൾ, ചെറിയ പീസാണ്. അടിപൊളി സാധനം എന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. എന്തായാലും നോക്കട്ടെ. കഴിച്ചു എനിക്ക് കുറച്ച് മതി. തട്ടിട്ടോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ കേട്ടോ സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാൻ ഇവിടുന്ന് മുന്നേ ഈ ചെറുപയർ കറി എഗ് റോസ്റ്റൊക്കെ കഴിച്ച് സ്ഥിരം കഴിക്കാറുണ്ട് സ്പോട്ടിന്. ഇത് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലായിരുന്നു. പോട്ടെ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നാരങ്ങയൊക്കെ പിഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ്. അത് ചെറിയ ചെറിയ പീസാണെങ്കിലും ബീഫ് ചില്ലി കേട്ടോ, ആ സാധനം അടിപൊളി എന്തായാലും. അതേപോലെ ബീഫ് ഫ്രൈ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. പൊറോട്ടയൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഒരു പൊറോട്ട അല്ല, അങ്ങനത്തെ ഒരു പൊറോട്ട തന്നെയാണ്. അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു സാധനം കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ട്, നല്ല ചൂടുള്ള സ്ട്രോങ് ചായ. ഈ ചായൻ്റെ കൂടെ ആ ചില്ലി ഇങ്ങനെ പെറുക്കി തിന്ന നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു സാധനം എന്തായാലും. അതിൻ്റെ ഇടയ്ക്ക് അതാ കോഴിമുട്ടയ്ക്കൊക്കെ പറയുന്നുണ്ട്. 2 ബീഫും പൊറോട്ടയും കോഴിമുട്ടയും അമ്മയിച്ചു മോനെ. എല്ലാം കൂടി എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ചെലപ്പുറം ജംഗ്ഷനിലാട്ടോ, ഓട്ടോ ചെലപ്പുറം. പിന്നെ ഇതിൻ്റെ റേറ്റ് കേട്ടോ, 110 റുപ്യക്ക് ഇപ്പോൾ എവിടെയാണ് ബീഫ് കിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൊത്തം കഴിച്ചിട്ടാകാനല്ല 281 രൂപ ആയിട്ടേ ഉള്ളൂ. ശരി.